ടൈപ്പ്, പിന്നെ ഒരു ഫ്ലോറൽ, അങ്ങനെ ഒരു 4-5 ടൈപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ 5നും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. കുറച്ച് സുഹൃത്തുക്കൾ കണ്ടിന്യൂസ് ആയിട്ട് അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ വരേണ്ട കാര്യമുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ വന്ന് പോകുന്നതിന് ശേഷം അമ്മ, അപ്പ, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, കൊച്ച്, പിന്നെ ഞാൻ. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ കൊച്ചെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം നമ്മളെ ഈ അവസ്ഥ കുട്ടികൾക്ക് അറിയില്ല, ചെറിയ കുട്ടികളാകുമ്പോൾ. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും നമ്മൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഒരു ലൈക്ക് പോലും വന്നിട്ടില്ല. വിജീഷ് കാണുന്നില്ല, നീ എത്രയോ പേരെ ഇരിക്കുന്നത്. ഒരു പേരിന് പോലും നമ്മളെ നോവിക്കുന്നില്ല എന്ന് പറയില്ല നമ്മൾ, അതുപോലെ പേരിന് പോലും വരുന്നില്ല. 2.5 years ഓൾഡ് കൊച്ചിന്. 2.5 ആയിട്ടുള്ളൂ. അപ്പോൾ നീ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പിള്ളേർക്ക് അറിയില്ല, ഓടി വന്ന് കയറുക, ചാടുക. അവർക്ക് മാമനല്ല, ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ എന്താ പറയുക, കൊച്ചച്ഛനാവും അല്ലേ, അല്ലെങ്കിൽ പാപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മ, അങ്ങനല്ലേ? ഞാൻ കണ്ടു കുറേ പേർ വന്ന് പോകുന്നുണ്ട് ലൈവിൽ. അതെ, ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഇത് പറയുന്ന പോലെ പേരിന് പോലും നമ്മളെ നോവിക്കാൻ ആരും താല്പര്യം. അത് ചിലപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും വേദനിപ്പിക്കേണ്ട, ഒരു പാവം ആ സൈഡിലൂടെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മളെ വേദനിപ്പിക്കാതെ അങ്ങനെ വിട്ട് സന്തോഷിപ്പിക്കാതെയും അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോഴും കണ്ടില്ല എത്ര പേര് ഇരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറയണത് മനസ്സിലാവാണ്ടായിരിക്കും കേട്ടോ, അതും പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ മലയാളീസ് അല്ല എങ്കിൽ ഞാനീ പറയുന്നത് അവർക്ക് മനസ്സിലാവാതെ അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും. ചിലപ്പോൾ ഈ പ്രകൃതി ബാക്കിൽ കാണുന്ന ഈ ഇലയും പച്ചയും ഒക്കെ വെളിച്ചമൊക്കെ കാണുമ്പോൾ അത് കാണാനായിട്ട് ഇരിക്കുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം, എന്നെ കാണാനായിട്ട് അല്ലെങ്കിൽ എന്നെ ശ്രവിക്കാനായിട്ടല്ലാത്ത. ഇപ്പോൾ വിനീഷ് ഇപ്പം എന്നെ വിനീഷിനെ ഞാൻ കേൾക്കാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷെ അതല്ലാതെ ഈ നമ്മുടെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതിനെ കാണാനും ഒക്കെ ആയിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ടാവാം. ചിലപ്പോൾ ലാംഗ്വേജ് ഇഷ്യൂ ആയിരിക്കും, ചിലപ്പോൾ മടിയായിരിക്കും. അതെ, രണ്ടും ആവാം. കാരണം ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ അവരറിയുന്നവർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ ഒരു ഇഷ്യൂ വരും. നിങ്ങൾക്ക് എന്താ ഉറക്കല്ലേ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്, ഇതൊക്കെ വല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ഈ മോർണിംഗ് ടൈമിലൊക്കെ ലൈവിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളെ അറിയുന്ന ആൾക്കാർ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലൈവിൽ വന്നിട്ടൊരു ഹായ് പറയുമ്പോൾ ഈ ഹായ് അവർ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഓൺലൈനിൽ തന്നെ ഉണ്ടാവും, ഇതേപോലെ ഓൺലൈനിൽ ഉണ്ടാവും, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഹായ് അവർ കാണുമ്പോൾ അത് വല്ലാത്തൊരു ഇഷ്യൂ ആയിട്ട് മാറുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ് ഈ സമയത്തൊക്കെ ഉറങ്ങാതിരിക്കാൻ എന്ന് ചോദിച്ചു വരുന്ന നമ്മളോടല്ല, ഈ ഹായ് അയച്ച ആളോട്. അപ്പോൾ അതിനേക്കാൾ നല്ലത് അവരെന്ത് ചിന്തിക്കുന്നു, സൈലൻ്റ് ആയിട്ട് വീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരായിട്ട് കാണുകയും ചെയ്യാം, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. വെറുതെ ഞങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ലൈവിൽ ഇത്രയും ആൾക്കാരുള്ളത്. ആ നല്ല സുഹൃത്തുക്കൾക്കൊക്കെ നല്ല ഒരു ഗുഡ് മോർണിംഗ്, നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ് എല്ലാവർക്കും കേട്ടോ. അത് വിനീഷ് കാണുന്നുണ്ട്, 20, 25, 16, 14 ആ രീതിയിൽ നമ്മളുടെ ലൈവ് ഗ്രാഫ് എപ്പോഴും ഉണ്ട്. ഈ 15, 16 എന്നുള്ള രീതിയിൽ സ്റ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല സുഹൃത്തുക്കൾ നമ്മളെ കേൾക്കാൻ ശ്രമിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവരോട് നമുക്ക് ഒളിച്ചിരിക്കുകയാണോ, എന്താണ് നിങ്ങൾ മിണ്ടാത്തതെന്ന് ചോദിക്കാം. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടിയേ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് അവരോട് പറയാൻ കഴിയില്ല. കാരണം അവർ അവരുടെ നല്ല മനസ്സിൻ്റെ വിശാലത കൊണ്ട് കേട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമുക്ക് സ്നേഹം മാത്രമേ പകർന്നു തരാൻ പറ്റുള്ളൂ. നമ്മുടെ വിഷ്വൽ സ്റ്റോക്ക് മീഡിയ എന്ന ചെറിയ കുടുംബത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. ഓൾവേസ് നമ്മളെ കാണുമ്പോൾ എപ്പോഴായാലും ഓടി വരിക. മിണ്ടിയില്ലെങ്കിലും പറയാൻ പറ്റിയ ആ ലൈക്ക് തന്നാൽ പോലും നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയില്ല. അതുകൊണ്ട് ഒന്ന് മൊബൈൽ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തിയിട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ കൂടെ ആഡ് ചെയ്യുക. നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകൾ ഉണ്ടാവും, ഷോർട്സുകൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കണ്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. ഒരിത്തിരി നേരം കണ്ടാലല്ലേ ടൈം കൂടുള്ളൂ. വാച്ച് അവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കൂടണമെങ്കിൽ ഒരിത്തിരി സമയമെങ്കിലും നിങ്ങളത് കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവർക്കും